മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡിൽ കുടുംബശ്രീ തൊഴിലുറപ്പ് തൊഴിലാളി വാർഷികം നടത്തി. മത്സരങ്ങൾ, അനുമോദനം, ദന്തൽ ക്യാമ്പ്, ആദരവ് തുടങ്ങിയവയും സംഘടിപ്പിച്ചു. വാർഷികത്തിന്റെ ഭാഗമായി ഘോഷയാത്രയും നടത്തി. മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ വടക്കൻ മൈനാഗപ്പള്ളി രണ്ടാം വാർഡിലെ കുടുംബശ്രീ തൊഴിലുറപ്പ് അംഗങ്ങളുടെ വാർഷിക ആഘോഷമാണ് സംഘടിപ്പിച്ചത്. 2 ദിവസങ്ങളിലായി സോമവിലാസം ചന്തയ്ക്ക് സമീപത്തെ കുഞ്ഞുമോൾ നഗറിലായിരുന്നു പരിപാടി. വാർഷികത്തിന്റെ ഭാഗമായി ദന്തൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. IDA കരുനാഗപ്പള്ളി ബ്രാഞ്ചിന്റെ നേതൃത്വത്തിലായിരുന്നു വിദഗ്ധ ഡോക്ടർമാർ പങ്കെടുത്ത ക്യാമ്പ്. തുടർന്ന് ഘോഷയാത്ര നടത്തി. NR കൺവെൻഷൻ സെന്ററിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര കാളകുത്തും പൊയ്ക NSS കരയോഗം ആശാരിപറമ്പ് വഴി കുഞ്ഞുമോൾ നഗറിൽ സമാപിച്ചു. പൊതുസമ്മേളനം കൊടിക്കുന്ന് സുരേഷ് MP ഉദ്ഘാടനം ചെയ്തു. അത് കുടുംബശ്രീ ആകട്ടെ, തൊഴിലുറപ്പാകട്ടെ, ആശയാകട്ടെ, എല്ലാവരും ഇവിടെ വരുന്നത് അതുകൊണ്ടാണ്. അത്രമാത്രം ജനങ്ങളുമായി ഇഴുകിച്ചേരുന്ന, ഈ നാടിന്റെ പ്രശ്നങ്ങളുമായി ഇഴുകിച്ചേരുന്ന, നാടിന്റെ എല്ലാ പൊതുകാര്യങ്ങളിലും മുന്നിൽ നിന്ന് നേതൃത്വം നൽകുന്ന ജനപ്രതിനിധികൾ PM ചെയ്ത് അനുകരണീയമായ മാതൃകയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അദ്ദേഹത്തിനെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുവാൻ ഈ അവസരം ഉപയോഗിക്കുക. ഈ വർഷത്തെ പൊതുപരിപാടികൾ, ഈ വർഷത്തെ ഈ വാർഡിലെ പൊതുപരിപാടിയുടെ അവസാനമാണ് എന്നത് പറയുണ്ടായി. തീർച്ചയായും വളരെ മാതൃകാപരമായ 5 വർഷത്തെ പ്രവർത്തനം, ഏതാണ്ട് 2-3 വർഷക്കാലം പഞ്ചായത്ത് പ്രസിഡന്റ് നിലയിൽ വളരെ സ്തുത്യർഹമായ സേവനമനുഷ്ഠിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം എന്ന നിലയിൽ 5 വർഷക്കാലം സ്തുത്യർഹമായ സേവനമനുഷ്ഠിച്ചുകൊണ്ട് മൈനാഗപ്പള്ളി പഞ്ചായത്തിന്റെ സമഗ്രമായ വികസനത്തിന് നേതൃത്വം കൊടുക്കുകയും ഈ പഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികളായിരുന്നാലും അതോടൊപ്പം തന്നെ കുടുംബശ്രീ പ്രവർത്തകരായിരുന്നു അവരോടൊപ്പം അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് മറ്റ് പഞ്ചായത്തുകൾക്ക് മാതൃകയായ പ്രവർത്തനം കാഴ്ചവെച്ച് മുന്നോട്ട് പോകുന്ന പഞ്ചായത്ത് മെമ്പർ ശ്രീ സൈദിനെയും അദ്ദേഹത്തിന്റെ വാർഡിലെ അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി ആത്മാർത്ഥമായി അഭിനന്ദിക്കുക. ഗ്രാമപഞ്ചായത്ത് അംഗം PM സെയ്ദ് അധ്യക്ഷത വഹിച്ചു. ഇപ്പോൾ ഒരൊറ്റ സ്ഥലത്തും കാക്ക പോലും ആഞ്ഞിലിക്കുരു ഇടുന്നില്ല. കാരണം എന്താ അറിയോ, ഇത് ഇട്ടാൽ മനുഷ്യരായ നമുക്കിടയിലെ വർഗീയത, നമുക്കിടയിലെ സ്വത്തിനോടുള്ള ആഗ്രഹം, നമുക്കിടയിലെ പക, നമ്മൾ എപ്പോഴാണ് ഒരു മനുഷ്യനെ കുറിച്ച് നല്ലത് പറയുക? പണ്ടൊരാൾ മരിച്ചു കഴിഞ്ഞ് അങ്ങ് കബറിൽ കിടന്നിട്ട് 2 ദിവസമോ 3 ദിവസമോ കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, ദൈവത്തിനോട് എനിക്കൊന്ന് സോമവിലാസം ചന്തയെ വരെ വരണം. എന്താന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, വേറൊന്നിനുമല്ല, ഒറ്റത്തവണ വിട്ടാൽ മതി. അതെന്തിനാടാ നീ മരിച്ചു എന്ന് കഴിഞ്ഞ് പോകുന്നത്? അത് അവിടെ ഒരു അനുശോചന സമ്മേളനം നടക്കുന്നു. എനിക്ക് അവിടെ പോയിരുന്നൊന്ന് കേൾക്കണം. എന്താണെന്നറിയോ, ഞാൻ ഇത്രയും നാൾ ഈ നന്മയെല്ലാം ചെയ്തിട്ടും എൻ്റെ മുഖത്ത് നോക്കി സന്തോഷത്തോടെ ഒരു നല്ല വർത്തമാനം ആരും പറഞ്ഞിട്ടില്ല. എല്ലാവരും മരിച്ചു കഴിഞ്ഞ് പറയാൻ വെച്ചേക്കുവാ. ADS അംഗം ഷേർലി സ്വാഗതം പറഞ്ഞു. CDS അംഗം മനീജ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഡോക്ടർ അനിൽ മുഹമ്മദ് അനുമോദന പ്രസംഗം നടത്തി. +2 വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാര സമർപ്പണം ജില്ലാ പഞ്ചായത്ത് അംഗം ശ്യാമളയമ്മയും SSLC വിദ്യാർത്ഥികളെ അനുമോദിക്കൽ മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വർഗീസ് തരകനും നിർവഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സജിമോൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മനാഫ് മൈനാഗപ്പള്ളി, B സേതുലക്ഷ്മി, R ബിജുകുമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.